നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് ജപ്പാനിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ്. പേര് അന്നപൂർണ. ഇതുള്ളത് ഫുക്കിയാമക്കടുത്ത് ബിങ്കോ അക്കസാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയൊരു ദൂരം, ഒരു 500 മീറ്ററൊക്കെ വരുന്നുള്ളൂ. റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ജപ്പാനിൽ ഇതുപോലെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് ടോക്കിയോ, ഹിരോഷിമ പോലുള്ള വലിയ നഗരങ്ങളിൽ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ചിലത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അത് കൂടാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിൽ ബിങ്കോ അക്കസാക്ക, മിഹാര, ഹിഗാഷി, ഹിരോഷിമ അതുപോലുള്ള എല്ലാ ചെറിയ പട്ടണങ്ങളിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നടത്തുന്നത് നേപ്പാളികളായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാർ നേപ്പാളികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ നാൻ പോലുള്ള സാധനങ്ങൾ, അതിൻ്റെ പല പല വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും. പിന്നെ ബിരിയാണി കിട്ടും, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ ബിരിയാണീസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ സൗത്ത് ഇന്ത്യൻസിന്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ഒരിക്കലും നമുക്കവിടെ കിട്ടാറില്ല. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആളുകളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് അത്രയും സ്പൈസി ആയിരിക്കില്ല. അപ്പം നമ്മുടെ അടുത്ത് അവർ ചോദിക്കും എത്രമാത്രം സ്പൈസ് വേണമെന്നുള്ളത്. നമ്മളതിൻ്റെ മാക്സിമം ചൂസ് ചെയ്താൽ പോലും അതന്നെ ഒട്ടും എരിവൊന്നും ഉണ്ടാവില്ല, ഒട്ടും സ്പൈസി ആയിരിക്കില്ല. അപ്പം നമ്മൾ മലയാളികൾക്ക് നമുക്ക് ഫുഡ് കഴിച്ചാലും ഒട്ടും ഒരു സംതൃപ്തി വരില്ല. നമ്മളൊരു എരിവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഫുഡിന്. എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും അവരൊരു ഇന്ത്യൻ വൈബ് നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ഇന്ത്യൻ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഹിന്ദി സോങ്സ് ഒക്കെ ആയിരിക്കും മിക്ക സ്ഥലങ്ങളിലും ഹിന്ദി സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രതിമകൾ, ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഇന്ത്യൻ വൈബ്, ഒരു ഇന്ത്യൻ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള മിക്ക ഇന്ത്യക്കാരും ഈ റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കാറുള്ളത്. ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റ് എന്നതിലുപരിയായിട്ട് ഇതുപോലെ ഇന്ത്യക്കാരെ കാണാനും പരിചയപ്പെടാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു നാടുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മിക്കവരും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലേക്ക് വിസിറ്റ് ചെയ്യാറുള്ളത്. ഈ അന്നപൂർണ റെസ്റ്റോറൻറ്റും നടത്തുന്നത് നേപ്പാൾക്കാർ തന്നെയാണ്. ഇതിനകത്തും മനോഹരമായിട്ടുള്ള പ്രതിമകളും പെയിൻറ്റിങ്ങുകളും ഒക്കെ വെച്ച് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്.